പ്രതിരോധ മേഖലയിലെ ചരിത്രപരമായ കാൽവെപ്പുമായി ഇന്ത്യ മുന്നോട്ട്. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ 5ാം തലമുറ യുദ്ധവിമാനമായ AMCAക്ക് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിനുള്ള കരാറായി. ഇനി നമ്മുടെ DRDOയും ഫ്രഞ്ച് എയറോസ്പേസ് ഭീമൻ സഫ്രാനും ചേർന്നായിരിക്കും AMCAക്ക് വേണ്ട 120 കിലോ ന്യൂട്ടൺ എഞ്ചിൻ നിർമ്മിക്കുക. ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായ ഈ പദ്ധതി ഏകദേശം 60,000 കോടിയുടേതാണ്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് അതായത് AMCA 25 ടൺ ഭാരമുള്ള ട്വിൻ എഞ്ചിൻ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ്. മണിക്കൂറിൽ 2600 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ ശേഷിയുണ്ടാകും. ഇതിനായി ഈ വിമാനത്തിന് ശക്തമായ 120 കിലോ ന്യൂട്ടൺ എഞ്ചിൻ ആവശ്യമാണ്. DRDOയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റും സഫ്രാനും ചേർന്ന് 100% ടെക്നോളജി ട്രാൻസ്ഫർ വഴി ഈ എഞ്ചിനുകൾ ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത് വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയാണ് ഈ പദ്ധതി. നിലവിൽ സഫ്രാൻ ഇന്ത്യയിൽ ഹെലികോപ്റ്റർ എഞ്ചിനുകൾ നിർമ്മിക്കുന്ന ഒരു വിശ്വസ്ത പങ്കാളിയാണ്. ഈ പുതിയ പദ്ധതിക്കായി സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ്, ഹോട്ട് എൻഡ് കോട്ടിങ്ങുകൾ, ലേസർ ഡ്രില്ലിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. DRDO ഈ പ്രപ്പോസൽ ക്ലിയർ ചെയ്തു. ഇനി ഉടൻ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദി എക്കണോമിക് ടൈംസ് ലീഡേഴ്സ് ഫോറത്തിൽ ഈ സഹകരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞിരുന്നു. നമ്മൾ ഇനി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനോടൊപ്പം അതിൻ്റെ എഞ്ചിനുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനൊരുങ്ങുകയാണ്. ഇന്ത്യ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരിൽ ഒരാളാണ്. എന്നാൽ ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി സ്വന്തം ഉൽപ്പാദനവും വർദ്ധിപ്പിക്കുന്നുണ്ട്. 2014 40,000 കോടിയായിരുന്ന പ്രതിരോധ ഉൽപ്പാദനം 2024-25 അത് 1.5 ലക്ഷം കോടിയായി ഉയർന്നു. അത് ഈ വർഷം കഴിയുമ്പോഴേക്കും 2 ലക്ഷം കോടിയിലെത്തും. പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിയാണെങ്കിൽ 700 കോടിയിൽ നിന്ന് 24,000 കോടിയായി, ഏകദേശം 35 മടങ്ങിലധികം വളർച്ച. നിലവിൽ 100-ലധികം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. 2029 50,000 കോടിയുടെ കയറ്റുമതിയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിരോധ വകുപ്പ് ഇന്ത്യയുടെ തന്നെ തേജസ് വിമാനങ്ങൾക്കായി 64,000 കോടിയുടെ 97 ഓർഡറുകളും 48,000 കോടിയുടെ 83 ഓർഡറുകളും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനായി നൽകി കഴിഞ്ഞു. കൂടാതെ 26 റഫാൽ മറൈൻ ജെറ്റുകളുടെ ഓർഡറുകൾ ഫ്രാൻസിന് നൽകിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം ശക്തമാണ്. മിറാഷ് 2000, റഫാൽ ജെറ്റുകൾ, സ്കോർപിൻ അന്തർവാഹിനികൾ എന്നിവ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. 1998 ഇന്ത്യയുടെ ആണവ പരീക്ഷണത്തിന് ഫ്രാൻസ് നൽകിയ പിന്തുണ ഈ ബന്ധത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ഇനി ഈ പുതിയ എഞ്ചിൻ പദ്ധതി ഇന്ത്യയെ ഒരു ആഗോള എയറോസ്പേസ് ഹബ്ബാക്കി മാറ്റും. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലുമുള്ള പ്രതിരോധ വ്യവസായ കോറിഡോറുകൾ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ നിക്ഷേപം ആകർഷിക്കുന്നു. എയർബസിൻ്റെ C295 വിമാന നിർമ്മാണത്തിനായുള്ള ടാറ്റയുമായുള്ള സഹകരണം മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമാണ്. ഇപ്പോഴത്തെ ഇന്ത്യ ഫ്രാൻസ് സഹകരണം ആത്മനിർഭർ ഭാരതിൻ്റെ മറ്റൊരു ചുവടുവയ്പ്പാണ്. 2035 അതായത് അടുത്ത 10 വർഷത്തിനകം AMCയുടെ 7 സ്ക്വാഡ്രനുകൾ ഇന്ത്യൻ വ്യോമസേനയിലെത്തും. അതിൽ 5 എണ്ണത്തിൽ ഈ പുതിയ എഞ്ചിനുകളായിരിക്കും ഉപയോഗിക്കുക. ആഗോള പ്രതിരോധ മേഖലയിലെ അധികായന്മാരാവാൻ ഇന്ത്യക്കിനി അധിക നാൾ വേണ്ടിവരില്ല എന്നർത്ഥം. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ.